എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗമന കാലത്തിലേക്കാണ് നാം കടക്കുന്നത്. ക്രിസ്തു കൂടെയുള്ള ഒരനുഭവം, ദൈവം കൂടെ നടക്കുന്ന ഒരനുഭവം. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും അനുഭവിച്ചത് കർത്താവിൻ്റെ സ്നേഹം അടുത്തറിയുന്ന ഒരനുഭവമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് വീണ്ടും വിചിന്തനം ചെയ്യാനുള്ള ഒരു സമയമാണ്. കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കാൻ നമ്മളിൽ വന്നു വസിച്ചതിൻ്റെ ഓർമ്മ മാത്രമല്ല, ആ കർത്താവ് ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ളൊരു സത്യം വീണ്ടും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ആഗമന കാലം. കർത്താവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമുക്കും ഓർക്കാം, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ട്. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ അവൻ തകർക്കുകയും ചെയ്തു. ഭിന്നിച്ചു കഴിയുന്ന മനസ്സുകൾ, വെറുപ്പ്, വിദ്വേഷം ഒക്കെയുള്ള മനസ്സുകൾ, മറ്റുള്ളവരോട് രമ്യതയില്ലാത്ത മനസ്സുകൾ, അവിടെയൊക്കെ ദൈവം കൂടെ വസിക്കുന്ന അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. റഷ്യൻ ഒരു കഥാകൃത്തായ ടോൾസ്റ്റോയുടെ വളരെ വിശ്വവിഖ്യാതമായ ഒരു കഥയാണ്. ഒരു പാതിരാ കുർബാനയ്ക്ക് പോകുന്ന വൈദികൻ്റെ കൂടെ കർത്താവ് ആശ്ചര്യത്തോടെ പോവുകയാണ്. എൻ്റെ ജന്മദിനം എങ്ങനെയാണ് ഇവർ ആഘോഷിക്കുന്നത് കാണാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് വളരെ മനോഹരമായ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, ആളുകളെ കാണുന്നുണ്ട്, സന്തോഷം അനുഭവിക്കുന്നുണ്ട്. വീണ്ടും ഈ വ്യക്തിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് തിരികെ വിരുന്നിനിരിക്കാൻ വരുമ്പോൾ അവിടെ കേൾക്കുന്ന ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കരച്ചിലാണ്. ആ കരച്ചിൽ കേട്ടിട്ട് അവൻ പോയി അമ്മയ്ക്ക് അടി കൊടുത്തിട്ട്, മിണ്ടാതിരിക്കൂ, ഇവിടെ അതിഥികളുണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് തല താഴ്ച് വിഷമത്തോടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രിപ്പറേഷനിലൂടെ കടന്നു പോകും. നമ്മൾ ഓർക്കുക, ക്രിസ്തു കൂടെയുള്ള അനുഭവത്തിലൂടെയാണോ നാം കടന്നു പോകുന്നത്? നല്ല വാക്കുകളുണ്ടായിരിക്കാം, എന്നാൽ നല്ല പ്രവൃത്തികളുണ്ടോ? കർത്താവ് കൂടെയുള്ള പ്രവൃത്തിയാണോ? ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടന്ന ദൈവമാണ്. ഞാനാണ് രാജാവ്, ഞാനാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്, ഞാനാണ് നിങ്ങൾക്ക് പരിചയമായി മുന്നേ പോകുന്നത് എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ കൂടെ നടന്ന ദൈവം. എന്നാൽ ഇസ്രായേൽ പലപ്പോഴും മറന്നുപോയി, ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ കൂടെ നടക്കുന്നത് എന്ന്. യുദ്ധത്തിന് സാന്നിധ്യത്തിൻ്റെ കൂടാരവും എടുത്ത് അവർ വിജയം വരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് അവർക്ക് വിജയം ലഭിച്ചത്. എന്നാൽ പലപ്പോഴും നമ്മൾ കർത്താവ് പറയുന്നത് കേൾക്കാൻ, കർത്താവിൻ്റെ വചനത്തിൽ അടിയുറച്ച് നിൽക്കാതെ, കർത്താവ് പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് കർത്താവിനെ വഹിക്കുന്നവരാണ് നാം എന്ന് അഹങ്കരിക്കാറുണ്ട്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ പാറമേൽ ഭവനം പണിത വ്യക്തിക്ക് തുല്യരാണ്. ഈ ആഗമന കാലത്തിലെ ദിവസങ്ങൾ എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ആ കർത്താവ് പറയുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പലപ്പോഴും ക്രിസ്മസ്, ജനന തിരുനാൾ കാലയളവുകൾ ആഘോഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്. കർത്താവിലുള്ള ആനന്ദമാണ് നമുക്ക് വേണ്ടുന്നത്. മറിച്ച് ഓരോ ആഘോഷങ്ങൾക്കിടയിലും ഈ തയ്യാറെടുപ്പിന് നാം സമയം കണ്ടെത്താറില്ല. ഉപവാസത്തിന്, പ്രാർത്ഥനയ്ക്ക്, ദാനധർമ്മത്തിന്, ഈ ചെറിയ നോമ്പിൻ്റെ സമയം അതിനുള്ളതാണെന്ന് കൂടി നാം മറന്നു പോകാറുണ്ട്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ വിഭവസമൃദ്ധമാകുമ്പോൾ, വലുതാകുമ്പോൾ ഓർക്കുക, കർത്താവ് പിറന്ന ആ ചെറിയ പുൽത്തൊഴുത്തിലെ പോലെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് ആത്മാക്കളുണ്ട്. അവർക്ക് കർത്താവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷം നൽകുന്നവരായി മാറാം. പ്രാർത്ഥനയുടെ അരൂപി, കർത്താവ് കൂടെയുള്ള അരൂപി ഉള്ളവരായിട്ട് നമുക്ക് മാറാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു നോമ്പുകാലവും നല്ലൊരു ജനന തിരുനാളും നമുക്ക് ഓരോരുത്തർക്കും ആഘോഷിക്കാൻ അവസരം കർത്താവ് നൽകട്ടെ. കർത്താവ് കൂടെയുള്ളവർ കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത്, കർത്താവ് മാത്രമാണ് എൻ്റെ രക്ഷകൻ എന്നുള്ള ഒരു വിശ്വാസത്തോടെ ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.